നമസ്കാരം. എക്സ്പ്രസ് വാർത്തയിലേക്ക് സ്വാഗതം. പ്രമാദമായ ജസ്ന തിരോധാന കേസിലെ അന്വേഷണം അവസാനിപ്പിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ പ്രതികരണവുമായി പിതാവ് ജെയിംസ് ജോസഫ്. തന്റെ മകൾക്ക് എന്തു പറ്റി എന്ന് അറിയണമെന്നും ജോസഫ് പ്രതികരിച്ചു. ഇന്റർപോളിന്റെ സഹായത്തോടെ കൃത്യമായ അന്വേഷണം നടന്നെന്ന് പറഞ്ഞ അദ്ദേഹം ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നും കുറ്റപ്പെടുത്തി. താനും ജസ്നയുടെ സഹപാഠിയും നുണ പരിശോധനയ്ക്ക് വിധേയരായി എന്നും ജെയിംസ് പറഞ്ഞു. അന്വേഷണം തുടക്കത്തിലെ തന്നെ പാളിയിരുന്നു. ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന വീഴ്ച കേസിനെ സാരമായി ബാധിച്ചുവെന്നും ജെയിംസ് പറഞ്ഞു. CBI ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെയും വീട്ടിൽ വന്നിരുന്നു. സത്യം തെളിയാൻ ഏതറ്റം വരെയും പോകും. എന്തെങ്കിലും തെളിവ് ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് CBI അറിയിച്ചുവെന്നും ജസ്ന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും ജെയിംസ് ജോസഫ് പ്രതികരിച്ചു. അതേസമയം ജസ്ന തിരോധാന കേസിലെ അന്വേഷണം CBI അവസാനിപ്പിച്ചിരുന്നു. ജസ്നയെ കണ്ടെത്താനായില്ലെന്നും പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിന് തെളിവില്ലെന്നും CBI കോടതിയിൽ അറിയിച്ചു. നിർണായക വിവരങ്ങൾ ലഭിക്കാതെ കേസിൽ ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്നും CBI കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. 2018 മാർച്ച് 22-നാണ് മുണ്ടക്കയം പുഞ്ചവയലിലുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് ജസ്ന തൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എരുമേലി വരെ ബസ്സിലായിരുന്നു ജസ്നയുടെ യാത്ര. ഇതിന് തെളിവുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആരും തന്നെ ജസ്നയെ കണ്ടിട്ടില്ല. മകളെ കാണാനില്ല എന്ന് മനസ്സിലായതോടെ പിതാവ് ജെയിംസ് ജോസഫ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2021 ഫെബ്രുവരിയിലായിരുന്നു കേസിന്റെ അന്വേഷണം ഹൈക്കോടതി CBIക്ക് കൈമാറിയത്. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റായിരുന്നു പ്രമാദമായ തിരോധാന കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ CBI പുറത്തിറക്കിയിരുന്നു. കൂടാതെ 5 ലക്ഷം രൂപയുടെ പാരിതോഷികവും പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണ പുരോഗതി ഉണ്ടായില്ല.